മഴത്തോരു മുംബൈയിൽ എല്ലാ അധികാരവും സ്റ്റാൻലി അലീനയെ ഏൽപ്പിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഇനി മഴത്തോരു മുംബൈയിൽ വരാനായിട്ട് പോകുന്നത്. അങ്ങനെ നാളെ ബാലചന്ദ്രനാണെങ്കിൽ കുടിച്ചെത്തിയിരിക്കുകയാണല്ലോ. ഇതേ സമയം വൈജയന്തി പോരിന് ചെല്ലുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീയുണ്ടല്ലോ ഒരു വൃത്തികെട്ട സ്ത്രീയാണ്. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, നിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് മാത്രം എന്തു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം ചെയ്ത തെറ്റോ? നീയൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്ക്, നിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാകും നീ എന്ത് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന്. അത് ഞാനിനി നിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കണോ? എൻ്റെ നാവ് അത് പറയാൻ അറയ്ക്കുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ബാലചന്ദ്ര എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ തന്നെയാണ് ഈ പറയുന്നത്. നിന്നെപ്പോലെ ഉള്ള ഒരു സ്ത്രീ കാരണം ജീവിതം തകർന്ന ബാലചന്ദ്രൻ എന്ന് പറയുന്നു. തുടർന്ന് ബാലേന്ദ്രൻ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് എന്ന് കാണാം. കൃഷ്ണമോളാണെങ്കിൽ എന്തിനാച്ചാ വെറുതെ ഇങ്ങനെ വഴക്കും വക്കാണുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ മോളെ, നിൻ്റെ അമ്മയെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പിന്നെ നീ പറഞ്ഞു വരുന്നത്? അവൾ എന്നെ എത്രമാത്രം കബളിപ്പിച്ചു, എത്രമാത്രം ചതിച്ചു, എന്തോരം വഞ്ചിച്ചു, അത് നീ എന്താ കാണാത്തത് എന്ന് പറയുമ്പോൾ അപ്പ എല്ലാം ശരിയാകുമെന്നേ. അപ്പനെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? മദ്യപിച്ച് സ്വയം നശിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മോളെ, ഈ അപ്പന് ഇനി മരിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത് കാണാം. ഈ ലോകത്തിലെ എല്ലാ വേദനയും ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് ബാലചന്ദ്രൻ കൃഷ്ണയോട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണയാണെങ്കിൽ ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്ന സമയം ബാലേന്ദ്രൻ വീണ്ടും താഴേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് പറയാണ്, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട സ്ത്രീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നായ നക്കിയതുപോലെ ആയത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നിങ്ങളുടെ പുണ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കും ബാലേന്ദ്ര എന്ന് പറയുമ്പോൾ നിന്നെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു വയ്ക്കുകയാണ്. തുടർന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ഭൂമിയിൽ നിന്നും ഒന്ന് പോയാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവളുടെ ഭർത്താവായി തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം വൈജയന്തിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഈ അലീന എന്ന ഭൂതം എന്ത് വിഷമാണ് കുത്തിവെച്ചതെന്ന് വൈജയന്തി ചിന്തിക്കുകയാണെന്ന് കാണാം. സത്യം പറഞ്ഞാൽ വൈജയന്തിക്ക് തൻ്റെ പഴയ കഥകളൊക്കെ ബാലചന്ദ്രനോട് പറഞ്ഞാൽ മതി, പ്രശ്നം അവിടെ അവസാനിക്കും. ബാലചന്ദ്രൻ ഇതിന് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും വൈജയന്തി അംഗീകരിക്കാതെ തട്ടിക്കളയുകയാണ്. അതാണ് സത്യത്തിൽ ബാലചന്ദ്രന് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത്, കൂടുതൽ വൈജയന്തിയോട് ക്രോധമുണ്ടാക്കുന്നത് എന്ന് കാണാൻ കഴിയൂട്ടോ. അതിനെല്ലാം പുറമേണെങ്കിൽ കൃഷ്ണമോള് ബാലചന്ദ്രനെ വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മോളെ, അച്ഛൻ ബോംബ് എന്തായാലും പൊട്ടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്നതും സ്റ്റാൻലി വീഴാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് താങ്ങി പിടിച്ച് കിടത്തുന്നതും ഒരു വൈകാരികമായ നിമിഷങ്ങൾ. ഒരു അച്ഛൻ്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയുന്ന കൃഷ്ണമോള്, ഒരു മകളുടെ നിസ്സഹായ അവസ്ഥ, തൻ്റെ അച്ഛനെ ഇങ്ങനെ കാണേണ്ടി വന്നതിൻ്റെ സങ്കടം ഒക്കെ കൃഷ്ണമോളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറുവശത്താണെങ്കിൽ ബബിത ആകെ തകർന്നിരിക്കുകയാണ്. തൻ്റെ കാമുകനായ മുടിയനാണെങ്കിൽ വേറൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലായി എന്ന് ബബിത തിരിച്ചറിയുകയാണ്. ഇതേ സമയം ബബിതയാണെങ്കിൽ അത് മുടിയനോട് പോയി ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് ഇവള് മതി, ഇവളാവുമ്പോൾ എന്നെ സ്നേഹിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തോളും, വലിയ പ്രശ്നവുമില്ല, അല്ലാതെ എന്നെ അടിക്കുകയോ തല്ലി പുറത്താക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നത്
കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുടിയനാണെങ്കിൽ നീ എൻ്റെ അടുത്തൊന്നും പറയൊന്നും വേണ്ട, എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കാനായിട്ട് യാതൊരു താല്പര്യമോ യാതൊരു കാര്യമോ ഒന്നുമില്ല. നീ എന്നെ തല്ലിയവള, തല്ലാൻ കൂട്ടുനിന്നവള, എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചവള, നീ മര്യാദയ്ക്ക് പൊക്കോ, ഇതാണ് എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് മുടിയൻ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ബബിതയ്ക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമാകുന്നുണ്ട്. ബബിത കരയാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം വീട്ടിൽ പോയ ബബിതയാണെങ്കിൽ ആകെ നിസ്സഹായിയായി സങ്കടപ്പെട്ടുകൊണ്ട് മുകളിലേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞ് കിടക്കുകയാണ് എന്ന് കാണാം. ഒരു വശത്ത് നമ്മുടെ ബബിത ഇങ്ങനെ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് അച്ഛനെ തലോടിക്കൊണ്ട് കൃഷ്ണമോളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന മുഹൂർത്തമാണ്. അതായത് നമ്മുടെ അലീനയുടെ മുൻപിൽ സ്റ്റാൻലി പരാജയപ്പെടുന്നൊരു കാഴ്ച. അതായത് സ്റ്റാൻലി പരാജയപ്പെട്ട് കൊടുക്കുന്നൊരു കാഴ്ച ഒരു ആൾക്കും എൻ്റെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ സ്റ്റാൻലിയുടെ തീരുമാനമേ എടുക്കുകയുള്ളൂ, സ്റ്റാൻലി തീരുമാനത്തിൽ ഉറച്ചേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഒടുവിൽ സ്റ്റാൻലി അലീനയുടെ മുൻപിൽ മുട്ടുകുത്തുകയാണ് എന്ന് കാണാം. അലീനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും അലീനയോട് ഉപവാസം അവസാനിപ്പിക്കാനായിട്ട് പറയുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന വളരെയധികം സന്തോഷിക്കുകയാണ്. കൂടാതെ പൗലോസിനെ വിളിച്ചിട്ട് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി ഈ വീട് നിയന്ത്രിക്കാൻ പോകുന്നത് ഞാനല്ല, എൻ്റെ മകൾ അലീനയാണെന്ന് പറയുന്നു. അവളുടെ ആഗ്രഹപ്രകാരം അവളുടെ ഇഷ്ടപ്രകാരമേ ഈ വീട്ടിലിനെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ, നടക്കുകയുള്ളൂ. അവൾ എന്ത് പറയുന്നോ അതേ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയുന്നു, എല്ലാവരോടുമായിട്ട് പറയുന്നു. ഇതേ സമയം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കൂടാതെ പൗലോസിനോട് പ്രത്യേകം പറയുന്നുണ്ട്, അലീനയുമായിട്ട് നിനക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെങ്കിൽ, കഴിയില്ലെങ്കിൽ നിനക്ക് പുറത്തേക്ക് പോകാവുന്നതാണ്, ഈ ജോലി ഉപേക്ഷിച്ച് പോകാവുന്നതാണ്, അതിന് യാതൊരു പ്രശ്നമോ യാതൊരു കാര്യമോ ഇല്ല എന്ന് പൗലോസിൻ്റെ മുഖത്ത് നോക്കി സ്റ്റാൻലി പറയുമ്പോൾ പൗലോസിൻ്റെ അഹങ്കാരം ഒരു അറുതി വരികയാണ്. അഹങ്കാരത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഒടുവിൽ പൗലോസ് അലീനയുടെ മുൻപിൽ മാപ്പ് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് പൗലോസിനോട് അലീന നേർവഴിക്ക് നടക്കാനായിട്ട് പറയുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.